ഹായോളപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചാൾ വന്നിട്ടുണ്ട്. വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിതാ പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കാന്റെ ഫാമിലിയിലെ ജ്യേഷ്ഠനും അതുപോലെ വൈഫും കുട്ടികളും എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളിന്നൊരു സ്ഥലം വരെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ പോകുന്ന വഴിയുള്ള കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിതാ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ മർക്കസിന്റെ നോളജ് സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഈ യാത്ര പോവാന്ന് പറഞ്ഞാൽ ഇനി റമദാൻ ആവട്ടെ അല്ലാതാവട്ടെ എപ്പോഴായാലും പിന്നെ ഞാൻ റെഡിയാണല്ലോ. അപ്പോൾ പറഞ്ഞ പാടെ തന്നെ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി. അവിടെ റൗണ്ട് ഓപ്പോട്ടൊക്കെ ചുറ്റി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പള്ളിയില്ലേ, നമ്മളെ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്ക് നിസ്കരിക്കാൻ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയിട്ടുള്ള വലിയ സൗകര്യമുള്ള പള്ളിയാണ്. അപ്പോൾ പള്ളി കാണാത്തവരുണ്ട് എന്തായാലും വന്നൊന്ന് കാണണം കേട്ടോ. നല്ല കാണാൻ മാത്രമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൽ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല കാഴ്ചകളും എന്താ പറയുക പുൽമേടുകളും നമുക്കിങ്ങനെ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ എത്തി. ഏകദേശം വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. സൺസെറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നമുക്ക് ചെന്ന പാടുള്ളത് ഞാൻ എടുത്തതാണ്. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ കുറേ കടകളും അതുപോലെ നോമ്പ് തുറക്കാനൊക്കെ ഉള്ള ചായക്കടികളും എല്ലാം ഇവിടെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഇവിടെ ലേഡീസിന് ഇഫ്താറില്ല കേട്ടോ. ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ ഫുഡുള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതലേ ഇവിടെ ലേഡീസിന് ഫുഡില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വന്നതാണ്. നമ്മൾ വെറുതെ ഒന്ന് കാണാൻ എന്താ പറയാ അവിടെ നിന്നൊക്കെ നിസ്കരിച്ചൊക്കെ പോരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പുറം പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനും നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു പള്ളി പോലത്തെ സ്ഥലമുണ്ട്, സ്ത്രീകൾക്ക് മാത്രം പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കാരക്കയും അതുപോലെ നോമ്പ് തുറക്കാനുള്ള വെള്ളവും ഒക്കെ തന്നിട്ടുണ്ട്. ഈ യാത്രയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സുഖമാണ് കേട്ടോ. ഇവിടെ കയറിയിട്ട് ഇങ്ങനെ നോമ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു വെള്ളവും കാരക്കയും അവർ തരും. അപ്പോൾ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവിടുന്ന് വുളുവൊക്കെ എടുത്ത് എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ നിന്ന് അപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ ഏതായാലും നിസ്കരിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഇന്നൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാനുള്ള വസ്ത്രങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നിസ്കാര കുപ്പായവും മുസല്ല എല്ലാം അവിടെ ഉണ്ട്. നമ്മളൊന്നും കൊണ്ടുപോകണമെന്നൊന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എടുത്ത് നിസ്കരിക്കാം കേട്ടോ. അപ്പോൾ യാത്രക്ക് വന്നിട്ട് കുടുങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെല്ലാവരും നിസ്കരിച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും ഇത് ഒക്കെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് പള്ളീൻ്റെ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ അവർ ഒരു തളികയിൽ ഭക്ഷണം കൊടുത്ത് 3-4 ആൾ കൂടി ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇരുന്നിട്ട് അവിടുന്ന് ഈ ലൈവായിട്ട് മസാല ദോശയും അതുപോലെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വണ്ടിയിൽ വെച്ചിട്ട്. പിന്നെ അല്ലാതെ എണ്ണക്കടികളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും എന്നും പത്തിരിയും കറിയും ചോറൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ ദോശൻ്റെ സ്പോട്ടിൽ അവിടെ ടേബിളും കസേരയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ദോശ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ദോശ. ഞങ്ങൾ ഒരു നെയ് റോസ്റ്റ് ആട്ടോ വാങ്ങിയത്. അപ്പോൾ ഇന്നൊക്കെ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല 2 തരം ചട്നിയും അതുപോലെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വലിപ്പം കണ്ടില്ല, ഫോട്ടോ എടുക്കാനൊന്നും കൊള്ളാഞ്ഞിട്ടാണ് കേട്ടോ. വലിയ വലിപ്പമുള്ള നെയ് റോസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഒരു കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന അവിടെ ഒരു കട കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ കുലുക്കി സർബത്തൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ ഉപ്പിലിട്ട കട വന്നപ്പോഴേ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കണ്ടാൽ പിന്നെ വാങ്ങാതെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ കുലുക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് എല്ലാവരും കൂടെ
പോവാണ്, വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ നല്ല റാഹത്തായി നോമ്പൊക്കെ തുറന്ന് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോവാണ്. ഇനി തറാവി നിസ്കരിക്കാൻ വേണ്ടി വീട്ടിലെത്തണം. അപ്പൊ അടുത്ത് തന്നെയാണ്, ദൂരം ഒന്നുമില്ല, നമുക്കൊരു അരമണിക്കൂറിന്റെ അടുത്ത് പോവാനേ ഉള്ളൂ. അപ്പൊ അതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.